ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഭൂട്ടാനിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് വീൽസ് ടു ഗോ ആയിരുന്നു. അത് മാറ്റി എ വാക്ക് വിത്ത് ജിഷ്ണു എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ സിലിഗുരി എന്ന് പറഞ്ഞ് വെസ്റ്റ് ബംഗാളിലാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. അവിടെ നിന്നൊരു 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മളങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഭൂട്ടാൻ്റെ ബോർഡറിലേക്ക് എത്തിയേക്കുകയാണ്. അപ്പോൾ രാത്രി ഇ പാസ്സൊക്കെ എടുത്ത് കയറിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് വിഷ്വലൊന്നും എടുത്തില്ല. രാവിലെ അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ വിഷ്വലൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ അമ്മയൊക്കെ അവിടെ സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗൈഡും ഡ്രൈവറും വരുമെന്ന് പറഞ്ഞു. അവർ കൃത്യം 9 മണിയായപ്പോൾ ഒരു ഹുണ്ടയുടെ വണ്ടിയും കൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഗൈഡ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഇവിടുന്ന് നേരെ ഇമിഗ്രേഷൻ ഓഫീസിലേക്കാണ് പോകേണ്ടത്. നമുക്ക് പാസ് എടുക്കണം. അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസിൽ 1200 രൂപ പെർ ഡേ ആണ് നമുക്ക് ചാർജ് ആവുന്നത്. ഒരാൾക്ക് ടാക്സ് വരുന്നത് നമ്മൾ രാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട ഇതാണ്. അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ മൊത്തം ടൊയോട്ടയുടെയും ഹുണ്ടയുടെയും മാരുതിയുടെയും ഒക്കെ വണ്ടികൾ കാണുന്നുണ്ട്. ഞാൻ ചാനൽ മാറിപ്പോയ വിഷയം അങ്ങ് മറന്നുപോയി. നമ്മൾ പുതിയ ചാനൽ യാത്രാ ചാനലാണ്, അതുകൊണ്ട് തന്നെ വണ്ടി വിവരണം ഇതിനകത്ത് അധികം നടത്തുന്നില്ല. അങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ കൊള്ളാം, നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു സ്ഥലം. ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് ടോക്കൺ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പാസ് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വാഷ്റൂമൊക്കെ ഉണ്ട്, നല്ല നീറ്റായിരുന്നു വാഷ്റൂമൊക്കെ. അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ വന്ന് ഇരുന്നു, ഫോട്ടോ എടുത്തു. അപ്പോൾ തന്നെ അവരൊരു റെസീപ്റ്റ് പോലൊരു സംഭവം തരും. എന്താ വെച്ചാൽ നമ്മൾ ആ ടാക്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരിത്. ഈ പേപ്പർ ഉണ്ടെങ്കിലേ നമുക്ക് അകത്തോട്ട് കയറാൻ ശരിക്കും പറ്റത്തുള്ളൂ. അപ്പോൾ ആ പേപ്പർ കയ്യിൽ കിട്ടി. പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡ്. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും കൊണ്ടുവരേണ്ട, അവർ തന്നെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പം പാസ്പോർട്ടാണ് മെയിൻ. പാസ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൊരു ഗുണം നമുക്ക് സീലടിച്ച് കിട്ടും. അങ്ങനെ പാസ്പോർട്ട് എടുത്ത് 15 വർഷങ്ങൾക്ക് ശേഷം റിന്യൂ ചെയ്ത് പുതിയ പാസ്പോർട്ട് എടുത്തിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ പാസ്പോർട്ടിൽ ഒരു നീലമഷി വീണത്. ആശ്വാസം, അതുകൊണ്ട് ഉപകാരം ഉണ്ടായി. അങ്ങനെ നേരെ നമ്മൾ ഡീസൽ അടിക്കാൻ പോയി. 3000 രൂപയ്ക്ക് 47.6 ലിറ്റർ കയറിയിട്ടുണ്ട്. കൊള്ളാം, ലാഭമുണ്ട്. 63 രൂപയാവുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ. ഇവിടെ ടാക്സ് ഇല്ല, അതാ കാര്യം. പക്ഷേ ടാക്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വണ്ടി കൊണ്ട് ഡീസൽ അടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. 4500 രൂപ പെർ ഡേ നമ്മൾ വണ്ടിക്ക് ടാക്സ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാടാണ്. ടാക്സി തന്നെയാണ് ലാഭമെന്ന് തോന്നുന്നു. അപ്പോൾ എൻട്രൻസ് വഴി കയറി ഇങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ സിഗ്നലുകളൊന്നുമില്ല. അപ്പോഴാണ് അറിഞ്ഞത് ഭൂട്ടാനിൽ ഒരിടത്തും സിഗ്നലില്ല. ട്രാഫിക് പോലീസാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ സീബ്ര ക്രോസിംഗ് ഉണ്ട്. സീബ്ര ക്രോസിംഗ് വഴി മാത്രമേ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യത്തുള്ളൂ. ഹോണും അടിക്കത്തില്ല, എമർജൻസിക്ക് മാത്രമേ അടിക്കത്തുള്ളൂ. ഞാൻ ഞെട്ടി. അങ്ങനെ സിം കാർഡ് എടുക്കാൻ പോയി. സിം എടുത്തു. അവിടെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ആക്ടിവേറ്റും ചെയ്തു. 250 രൂപയേ ഉള്ളൂ. കുഴപ്പമില്ല. 100 മിനിറ്റ് ടോക്ക് ടൈമും 1 GB ഡേറ്റയും ധാരാളം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വെള്ളവും സാധനങ്ങളും ഒക്കെ എടുത്ത് തിരിച്ച് അങ്ങോട്ട് നടന്ന് ക്രോസ് ചെയ്ത് സീബ്ര ക്രോസ് വഴി തന്നെ ക്രോസ് ചെയ്യണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് നടക്കുമ്പോഴാണ് അവരുടെ നോട്ട് എനിക്ക് കിട്ടിയത്. ആ ചില്ലറ ബാക്കി തന്നു. അപ്പോൾ ഇതാണ് ആ നോട്ട്. കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. നമുക്ക് കൺവേർഷനൊന്നും വരുന്നില്ല. നമ്മുടെ നോട്ട് തന്നെ അവിടെ എടുക്കും എന്നാണ് പറഞ്ഞത്. സെയിം റേറ്റ് തന്നെ, അതായത് 10 രൂപ എന്ന് വെച്ചാൽ അവിടുത്തെ 10 രൂപ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഈ നോട്ടൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, കുറച്ച് മുഷിഞ്ഞ നോട്ടാണ് എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ നടക്കുകയാണ്. എവിടെ പോയാലും ഈ ഗൈഡ് ചേട്ടൻ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് പുള്ളിയുടെ വേഷമൊക്കെ കൊള്ള ഒരു വെറൈറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് ചോദിച്ചറിയണം ഇനി. അപ്പോൾ നമ്മുടെ വണ്ടി നടക്കുന്നത് ഹുണ്ടയുടെ ഒരു വണ്ടി. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അവിടെ വരുന്ന എല്ലാവർക്കും വെൽക്കം ചെയ്യുന്ന ഒരു ഷോൾ ഇട്ടുകൊണ്ടാണ്. അത് അവരുടെ ഒരു ഗുഡ് ലക്ക് സിമ്പലുള്ള ഒരു ഷോളാണ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഐശ്വര്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു യാത്രയിലുടനീളം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മുടെ കയ്യിലോട്ട് ഇത് തരും. നമ്മളത് കഴുത്തിലേക്ക് അണിയുക. ഇതാണ് അവിടുത്തെ ആചാരം. അപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. ഒരു പുതിയ രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു സംസ്കാരം കൾച്ചറൊക്കെ പഠിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഇട്ടു. എല്ലാവരും വീട്ടുകാരെല്ലാം ഉണ്ട്, അച്ഛനമ്മ വൈഫ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഷോളൊക്കെ ഇട്ടിട്ട് വണ്ടിയിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ ടിംബു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ് പോകുന്ന വഴിക്ക് കുറേ ഓറഞ്ച് വിൽപ്പനക്കാരെയൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, മരുന്നൊന്നും അടിക്കത്തില്ല, ഫ്രഷാണ്. അപ്പോൾ അങ്ങനെ 200 രൂപയ്ക്ക് 1 കിലോ ഓറഞ്ച്, 1.5 കിലോ ഉണ്ടെന്നാണ് പറഞ്ഞു. 1.5 കിലോ ഓറഞ്ചും വാങ്ങിച്ച് കുറച്ച് പഴവും പിന്നെ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാണ് ഒരു സാധനം തന്നത്. അപ്പോൾ അങ്ങനെ എന്താണെന്ന് നോക്കണമല്ലോ. നമ്മൾ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു കവറങ്ങ് വാങ്ങിച്ചു. എല്ലാം കൂടെ 300 രൂപയ്ക്ക് സാധനം കിട്ടി. ഒരു പീസ് ഒന്ന് കഴിച്ച് നോക്കി. അത് പുഴുകിയാണ് തരുന്നത്. കൊള്ളാം സംഭവം. സ്വീറ്റ് പൊട്ടറ്റോ എന്നുള്ളൊരു ഫീലിൽ കഴിച്ചു. പക്ഷേ സ്വീറ്റ് ഇല്ല, നമ്മുടെ കറക്റ്റ് ടപ്പിയോക്കയുടെ അതേ ചുവയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടപ്പിയോക്കയുടെ പേര് സ്വീറ്റ് പൊട്ടറ്റോ ആയിരിക്കാം, അറിയില്ല എന്താണെങ്കിലും. കൊള്ളാം. അപ്പോൾ നമ്മുടെ ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് താരോ എന്നാണ് ഇതിൻ്റെ പേര്, ടപ്പിയോക്ക അല്ല, താരോ. കൊള്ളാം. പക്ഷേ ടപ്പിയോക്കയുടെ ടേസ്റ്റാണ് സംഭവം, വേറെ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നത് സെറ്റായിട്ട് കഴിക്കായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിമ്പു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. ടെമ്പറേച്ചർ അത്യാവശ്യം ഒരു 17-18 ഉണ്ടെന്നാണ് മൊബൈലിൽ കാണിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഈ ഫ്ലാഗുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്കാണ് പുള്ളി പറഞ്ഞത് ഇതിനകത്ത് ഫ്ലാഗിൽ മന്ത്രമാണ് എഴുതിയേക്കുന്നത്. ഇതിങ്ങനെ പറക്കുമ്പോഴത്തേക്കും ആ മന്ത്രം പറയുന്നതിൻ്റെ ഫീലാണ് കിട്ടുന്നത്. അത് എയറിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി ഒരു കുറേ സ്തൂപകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ചവിട്ടി. അപ്പോൾ അങ്ങനെ കുറേ സ്തൂപകൾ കണ്ടു. അപ്പോൾ 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബുദ്ധ ഭഗവാന്റെ 8 സ്റ്റേജസ് ഓഫ് ലൈഫിനെയാണ് ഇവർ റെപ്രസെൻറ്റ് ചെയ്ത് ആരാധിക്കുന്നത്. അപ്പോൾ അത് ഓരോത്തിൻ്റെയും ആ ഒരു ഡിസൈനുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ആ വിഷ്വലിൽ കാണാൻ പറ്റും. ഓരോന്നും ഓരോ സ്റ്റേജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് കൊള്ളുന്നില്ല. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോയി. ഇത് Day 1 മാത്രമാണ്. ഇനി വരുന്ന 4-5 ദിവസത്തേക്കുള്ള വിഷ്വൽസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഈ ഫ്ലാഗുകളാണ് കാണുന്നത്. അപ്പോൾ ഈ മന്ത്രങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പവറാണ് ഇതിൽ കിട്ടുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ടിമ്പുവിലേക്കുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. കുറേ വെള്ള ഫ്ലാഗുകൾ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 108 വെള്ള ഫ്ലാഗാണ് ഇരിക്കുന്നത് ഒരു സെറ്റെന്ന് പറയുന്നത്. 108 ഇവരുടെ ലക്കി നമ്പറാണ്. അപ്പം എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 108 ഫ്ലാഗാണ് വെക്കുന്നത്. അതായത് ഇതിപ്പോൾ വെള്ളം വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും മരിച്ചു അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനുള്ള മന്ത്രമാണ് ഈ 108 ഫ്ലാഗിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഗൈഡ് കൊടുത്തു, ചെക്ക് ചെയ്തു. അവിടുന്ന് ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനിങ്ങനെ ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് നമ്മളെയൊക്കെ ഒന്ന് നോക്കി. അപ്പം പേപ്പറുകളെല്ലാം കറക്റ്റാണ്. നമ്മൾ ആൾറെഡി എല്ലാ ഹോട്ടൽ ബുക്കിങ്സും നടത്തിയിട്ടുണ്ട്, പേയ്മെൻറ്റുകളൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ഫൈൻ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ ആ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ യാതൊരു പൊടിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടും. നമ്മൾ ഈ പുറത്ത് പോയി എന്നുള്ളൊരു ഫീല് തന്നെ കിട്ടും. അപ്പോൾ വിശപ്പിൻ്റെ വിളി ചെറുതായിട്ട് വന്നു തുടങ്ങി. 1 മണി ആവാറായി. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ തീ കൂട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ചൂടൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോൾ 11 ഡിഗ്രി. ഞാനിത് ഡബ് ചെയ്യുമ്പോൾ രാത്രിയിലാണ്. ഇവിടെ -1 ആയി കഴിഞ്ഞു. അത് ഞാൻ പിന്നീട് നാളെ പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെ കൗണ്ടറിൽ കുറേ മദ്യക്കുപ്പികൾ. മദ്യത്തിൻ്റെ മണം. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഉള്ള എല്ലാം തന്നെ റെസ്റ്റോറൻറ്റ് കം ബാറാണെന്ന് മനസ്സിലായി. നമ്മളെന്തായാലും വെള്ളം അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ അങ്ങനെ അവിടെ പുറത്ത് കുറച്ച് പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. അവന്മാരെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്ത് അവിടുന്ന് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ കിടക്കും നമ്മുടെ ഹുണ്ടയുടെ വണ്ടി. അപ്പോൾ ഇങ്ങനെ കുറേ ഹുണ്ടയുടെ വണ്ടികൾ കണ്ടു. അപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ പഴയ ചാനലിൻ്റെ ഓർമ്മയിൽ വീണ്ടും വണ്ടിയിലേക്ക് തന്നെ കയറിപ്പോവും. ഐസൂസ് പോണ്. അത് കുറച്ച് ദിവസം പിടിക്കും പുതിയ ചാനലാണ് എന്നുള്ള ഇതിലേക്ക് വരാൻ. അപ്പോൾ എല്ലായിടത്തും തന്നെ ഇങ്ങനെ ഫ്ലാഗുകളൊക്കെ ഉണ്ട്. ഇത് മൗണ്ടൻ ഏരിയാസിൽ പോകുമ്പോൾ പൊതുവേ ഇങ്ങനെയാണ്. എല്ലായിടത്തും തന്നെ ഈ ഒരു ടിബറ്റിയൻ ഫ്ലാഗുകൾ കാണാറുണ്ട്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. ആ ഒരു റോഡിലൊന്നും വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു സമാധാന പാതയിലൂടെ എല്ലാവരും ഹോണൊന്നും അടിക്കാതെ സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ ഭൂട്ടാനിൽ മൊത്തം 8 ലക്ഷം പേരേ ഉള്ളൂ. അപ്പോൾ വലിയ റഷുള്ളൊരു സ്ഥലമല്ല. അങ്ങനെ ഇരിക്കവേ നമ്മുടെ ഫുഡ് എത്തി. അപ്പോൾ ഇബതാഷി എന്ന് പറഞ്ഞുള്ള സംഭവം, അതും ചോറും പിന്നെ ഒരു ഫ്രൈഡ് റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇബതാഷിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ദീപിക പദുക്കോൺ ഫേമസ് ആക്കിയൊരു സംഭവമാണ്. വേറൊന്നുമില്ല, ചീസിൽ മുളക് ഇട്ട് എന്താ പറയുക, വറുത്തതല്ല, കുക്ക് ചെയ്തെടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ മുളകാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ചീസും. കഴിച്ച് നോക്കാം എരിവ് എങ്ങനെയാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മുളകിൻ്റെ ഒരു ചെറിയ ചോവ് വരുന്നേ ഉള്ളൂ, പക്ഷേ കുറച്ചുകൂടെ സ്വീറ്റാണ്. എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഇബതാഷി. അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ കൗണ്ടറിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു സംഭവം ഇങ്ങനെ കൊരുത്ത് ഇട്ടേക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് യാക്കിൻ്റെ ചീസ് കട്ടിയാക്കിയതാണ്. അപ്പോൾ എന്തോ പ്രോസസ്സ് ചെയ്തതാണെന്ന് മനസ്സിലായി. ഒരെണ്ണത്തിന് 15 രൂപ. എന്താ ഒന്ന് ട്രൈ ചെയ്തേക്കാം. അതിങ്ങനെ അലിയിച്ച് കഴിക്കണമെന്നാണ് പറഞ്ഞത്. എടുത്ത് കഴിച്ച് നോക്കിയപ്പോഴൊരു ചീസിൻ്റെയൊക്കെ, അതായത് ചവയ്ക്കാൻ പറ്റില്ല, കല്ല് പോലത്തെ ഒരു സംഭവമാണ്.
ഒരു 2 മണിക്കൂർ ഇങ്ങനെ പോകുന്നതാണ് പറഞ്ഞത്. ചവയ്ക്കാൻ പറ്റുകയില്ല, ചീസിൻ്റെ ഒരു ചവ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ബബിൾ ഗത്തിന് പകരമുള്ളതാണ്. സൈഡിലൊരു ചെറിയ ഡാം ഉണ്ടായിരുന്നു. അതിൻ്റെ നമുക്ക് ഫോണിൽ കൂടെ വിഷ്വൽ വലുതായിട്ട് കിട്ടില്ല, കാഴ്ചയിലാണ് കുറച്ചുകൂടെ നേരിട്ട് ആ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ അങ്ങനെ ഡാമിൻ്റെ വ്യൂ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ യാത്ര തുടർന്നു. അപ്പോൾ ടിംബു എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇനി 2 മണിക്കൂറുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഗൈഡ് കൊള്ളാം, ഈ പറഞ്ഞ കണക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്ത് സംശയം ചോദിച്ചാലും അറിയാവുന്ന വിധത്തിലൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇംഗ്ലീഷ് അറിയാം കേട്ടോ, നല്ല രീതിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് രണ്ടും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് പറ്റും. ഹിന്ദി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഹിന്ദി വലിയ അറിയണമെന്നില്ല. എനിക്കും വലിയ ഹിന്ദി വശമൊന്നുമില്ല, കൂടുതൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചത്. ആ പുള്ളി നല്ല രീതിക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കൊള്ളാം കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് എല്ലാ ഗൈഡുകൾക്കും അപ്പോൾ ഇംഗ്ലീഷ് കമ്പൽസറി അറിഞ്ഞിരിക്കും, നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു വാട്ടർഫോളിലേക്ക് എത്തി. ഓനിക്ക എന്നാണ് പുള്ളി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ വാട്ടർഫോളിൻ്റെ പേര് റേഞ്ച് ഇല്ല, നമ്മൾ മറ്റേ സിം എടുത്തെങ്കിലും വലിയ നെറ്റ്വർക്ക് കവറേജ് ഉണ്ട്, കോള് വിളിക്കാമെന്നല്ലാതെ നെറ്റ് കിട്ടുന്നത് കുറച്ച് ശോകമാണ്. അത് കുറച്ച് സെറ്റിങ്സൊക്കെ മാറ്റിയൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് കിട്ടിയത്, ആദ്യമേ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയാളികൾ വിടാത്തില്ല, കുളിച്ചിട്ടേ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ കുളിക്കാനുള്ള സമയമില്ല. പിന്നെ ഈ മൈനസ് ഇല്ലെങ്കിൽ പോലും 10 ഡിഗ്രി 11 ഡിഗ്രി എന്നൊക്കെ കാണുമ്പോൾ വെള്ളം അതുപോലെ തണുത്തതാണെന്നുള്ളത് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ കുളിക്കാനുള്ള സാഹസത്തിന് നിന്നില്ല, ആരും അവിടെ കുളിക്കുന്നുമില്ല, അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. നല്ല ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സിങ്, അത് കണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു സമാധാനവും സന്തോഷവുമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് മറ്റേ ഇതുണ്ടല്ലോ പ്രഷർ ഡിഫറൻസ് വന്നപ്പോൾ തന്നെ ചെവിയൊക്കെ അടിച്ചു പോയി. ഒരു ചെവിയെ വർക്കിംഗ് ഉള്ളൂ എന്നുള്ള കണ്ടീഷനിലാണ് അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൈ നനച്ച് അങ്ങ് പോന്നു. കാര്യം അധികം തണുപ്പിലേക്ക് കയറാനായിട്ടുള്ള മാനസികാവസ്ഥ അല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങനെ നമ്മളെ വളഞ്ഞക്കാനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ, എങ്കിലും സ്പ്രേ പോലെ റോഡിലേക്ക് വീഴുന്നുണ്ട്, കൊള്ളാം. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര അങ്ങനെ തുടർന്ന് ഇനിയും ഉണ്ടാവും, ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു എൻട്രൻസ് വന്നു. പക്ഷേ അതിൻ്റെ വിഷ്വൽ എടുക്കുന്നതിന് മുന്നേ പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിട്ട് പുള്ളി പറഞ്ഞു 2 റിവറുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ അങ്ങോട്ട് പോയി കണ്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്തുനിന്ന് വരുന്ന റിവേഴ്സ് ഈ ഒരു പോയിന്റിലാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻഡിഡായിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തേക്കെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നൈസിന് ഇങ്ങോട്ട് നോക്കിയൊക്കെ ഫോട്ടോസ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഈ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിംബു എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ചൂ എന്ന് പറഞ്ഞ നദിയും പാറോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ചുമാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയും കൂടെ വന്നിട്ട് ഇത് ഒന്നായിട്ട് ഓഞ്ചു റിവർ, ഓഞ്ചു എന്നാണ് എനിക്ക് എഴുതിയെടുത്തത് ഞാൻ. അപ്പോൾ ഓഞ്ചു റിവറായിട്ടാണ് ഇത് മാറുന്നത്. അവിടെ നിന്ന് ഓഞ്ചു റിവറായിട്ട് അങ്ങനെ പാസ് ചെയ്ത് പോകും. പക്ഷെ നല്ല തണുപ്പ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു 10 താഴോട്ട് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല കിടുകിടാനന്ദ ആയിരുന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ അവിടുന്ന് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വിഷ്വൽ മിസ്സായത്, അങ്ങോട്ടൊന്ന് നടന്നു. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു വീലും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ട്രാവലേഴ്സൊക്കെ ഇങ്ങനെ കറക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ മന്ത്രം ചൊല്ലുന്നതിൻ്റെ സെയിം എഫക്റ്റാണ്. നമ്മുടെ നദി സൈഡിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പം അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാറോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ആ ഒരു പാലമുണ്ട്, പാലത്തിൻ്റെ അവിടെ ആണ് ഈ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഈ എൻട്രൻസ് വഴി കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജാവിൻ്റെ രാജ്ഞിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം, എല്ലായിടത്തും രാജാവും രാജ്ഞിയൊക്കെ ഉണ്ട്, നോക്കാമെന്ന് ചോദിച്ച് ഗൈഡിനോട് പതുക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവർക്ക് ദൈവം കഴിഞ്ഞാൽ സെക്കൻഡ് ആൾ രാജാവാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തെന്നുള്ള അത്രയ്ക്ക് സപ്പോർട്ടാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രാജാവ് നേരിട്ട് ഇടപെടും. കോവിഡിൻ്റെ സമയത്തൊക്കെ ഇവർക്ക് നല്ല രീതിക്ക് സപ്പോർട്ടും ഫണ്ടിങ്ങും ഒക്കെ പുള്ളിയുടെ വകയായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ഇങ്ങനത്തെ ആചാരമൊന്നും ഇല്ല, ഇങ്ങനെ കൈയിട്ട് വരാമെന്ന് മാത്രമേ നമ്മുടെ നാട്ടിൽ നോക്കാറുള്ളൂ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, രാജാവിൻ്റെ സ്വന്തം സ്ഥലമായിട്ട് കൊള്ളാം. അങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് കുറച്ച് ഈ പറഞ്ഞിടക്ക് ചെറിയ ഒരു ശില്പം പോലത്തെ ഒരു സാധനം അടുക്കി വെച്ചേക്കുന്നു. ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് നേരത്തെ പറഞ്ഞ 108 ഫ്ലാഗിൻ്റെ പോലെ തന്നെ വെക്കുന്നൊരു ആചാരമാണ്. കുറച്ചും കൂടെ യാത്ര അങ്ങനെ തുടർന്ന് പോയപ്പോൾ ചെറിയ സിറ്റിയുടെ ഫീലൊക്കെ വന്നു തുടങ്ങി, കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങി, കൃഷി സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ നാട്ടിൽ, അതായത് ഈ ഭൂട്ടാനിൽ ഭിക്ഷക്കാർ ഇല്ല. ഈ പറഞ്ഞ കെയർ ഹോമും കാര്യങ്ങളുമൊക്കെ ഗവൺമെൻറ് തന്നെ ആയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും
പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അതിനുള്ള സ്ഥലവും പ്രൊവൈഡ് ചെയ്ത് കൃഷി ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ സപ്പോർട്ട് ഭയങ്കരമാണ് രാജാവിൻ്റെ വകയെന്ന് പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റാൻഡൊക്കെ കണ്ടു തുടങ്ങി. നമ്മുടെ ഹോട്ടലിലേക്ക് എത്താറായി എന്ന് തോന്നുന്നു. നമ്മുടെ ഡേ 1 ഉടനെ തന്നെ വൈൻഡപ്പ് ചെയ്യാം എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഹോട്ടലിലെത്തി. അപ്പോൾ ഇന്ന് വേറെ വിഷ്വൽസ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇന്നിപ്പോൾ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 4 മണിയായി. ഒരു 5:30 സൺസെറ്റ് ആവും. പിന്നെ ഇരുട്ടാണെന്ന് പുള്ളി പറഞ്ഞു. അപ്പം പിന്നെ ഇന്ന് വേറെ കറക്കമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് നടന്ന് ആ സിറ്റി ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ 4 മണിയായപ്പോൾ തന്നെ ചന്ദ്രനെയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അനുഭവം ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇതുപോലെയായിരുന്നു. 5 മണി ആയപ്പോഴത്തേക്ക് തന്നെ ഇരുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും അരമണിക്കൂർ വ്യത്യാസം. അതായത് നാട്ടിൽ 4 മണിയാവുമ്പോൾ ഇവിടെ 4:30. അങ്ങനെ ഹോട്ടലിലേക്ക് കയറി അങ്ങനെ പോയി നോക്കി. ഹോട്ടൽ കൊള്ളാം, 3 സ്റ്റാറാണ്. ഇവിടെ എല്ലാവർക്കും 3 സ്റ്റാർ ഹോട്ടലാണ് ഉള്ളത്. 3 സ്റ്റാർ ഹോട്ടൽ വിത്ത് ഗൈഡ്, അത് മസ്റ്റാണ്. അതിൽ താഴോട്ടുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, 1200 രൂപ പെർ ഡേ ടാക്സ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ രാജാവിൻ്റെയും ഫോട്ടോ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുമെങ്കിലും ഇവിടെ അതൊരു കൾച്ചറാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ആപ്പിൾ ടീ ഒക്കെ തന്നു. കൊള്ളാം കേട്ടോ, നല്ല വെറൈറ്റി സാധനം. നമ്മൾ പല ടൈപ്പ് കട്ടനുകൾ കുടിച്ചിട്ടുണ്ടെങ്കിലും കട്ടനൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ് ആപ്പിൾ ടീ. ഇവിടെ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ റൂമിലേക്ക് കയറി. നല്ല സ്പേഷ്യസ് റൂം. പിന്നെ AC എന്ന് പറയുന്നത് ഇവിടെ ഹീറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 30 സെറ്റ് ചെയ്തേക്കാണ്. പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം തന്നെ 10 താഴെയായി ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട്. അങ്ങനെ പുറത്തെ വിഷ്വലുകളൊക്കെ ഒന്ന് നോക്കി. ഉടനെ തന്നെ സൺസെറ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ട് ടക്കനെ ചാടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രഷ് ആവാം, ആയാലേ ഇന്നത്തെ കാര്യങ്ങൾ സെറ്റാവും. പിന്നെ രാത്രിയത്തേക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഒരു 5-ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്ന് ടൗണൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല. ജാക്കറ്റ് ഇട്ടു, കയ്യറ ഇട്ടു, എന്നിട്ട് എൻ്റെ കിടുകിടാ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ 5 ഡിഗ്രിയാണ് അന്നേരം കാണിക്കുന്നത്. പിന്നെ ഈ ഡബ് ചെയ്ത സമയം എന്ന് പറയുന്നത് രാത്രി ഒരു 7 മണിയാണ്. അപ്പോഴത്തേക്കും -1 ആയി കഴിഞ്ഞു. മൂക്കൊക്കെ അടഞ്ഞു കേട്ടോ. ഒരു രക്ഷയില്ല. സൗണ്ടൊക്കെ പോയി അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വൃത്തികെട്ട സൗണ്ടിൽ സംസാരിക്കുന്നത്. ദയവായി ക്ഷമിക്കുക. നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. പേര് മാറ്റിയ ശേഷം എല്ലാവരുടെ സപ്പോർട്ടൊക്കെ വേണം. അങ്ങനെ ടൗണിൽ കൂടെ നടന്ന് എല്ലായിടത്തും കൊടിയുണ്ട് കേട്ടോ. കൊടിയില്ലാത്തൊരു പരിപാടിയില്ല ഇവിടെ. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, നദിയുടെ ഒരു സൗണ്ട് കേട്ട് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കി. ഇപ്പോൾ ഒരു 4 ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ടെമ്പറേച്ചർ. ഒരു വിദേശ ഫീൽ ഇപ്പോഴാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു കൂർഗൊക്കെ പോകുന്നൊരു ഫീലേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിഷ്വലൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ഒരു വിദേശ രാജ്യ ഫീലൊക്കെ വന്നു. നല്ല തണുപ്പ്. വൈകുന്നേരം ഒരു 5:30 മണി ആയിട്ടുണ്ട്. ലൈറ്റ് പോയി തുടങ്ങി. നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ വിഷ്വൽ ക്ലിയർ ആണെങ്കിലും നേരിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റിനകത്ത് തന്നെ ഇരുട്ട കയറും എന്ന് തോന്നുന്നു. അപ്പം ഈ പറഞ്ഞ കണക്ക് തൽക്കാലം തിരിച്ച് ഉടനെ തന്നെ റൂമിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. പതുക്കെ നടത്താൻ തുടങ്ങി. അപ്പോൾ ആ നദിയുടെ സൈഡിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട്. പാലത്തിൽ കയറി നോക്കി. അപ്പോഴത്തേക്കും നല്ല കിടുകിടാ ഫീൽ വന്നു കേട്ടോ. കാറ്റും കൂടെ അടിച്ച് കിറുങ്ങിയ തണുപ്പ്. ഒരു രക്ഷയില്ല. ആ നദിയുടെ ഒരു ഒഴുക്കൊക്കെ കണ്ട് ഒരു 2 മിനിറ്റ് നിന്ന് അധികം നേരം നിന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റേ ഐസ് പ്രതിമയാകും എന്നുള്ളൊരു ഫീൽ വന്നപ്പോഴത്തേക്ക് പതുക്കെ ചലിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.